ഓക്കെ, അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. 2014 ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി വെറും 14,000 ഓടിയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. സിൽവർ 2.10 ഇത് നമുക്ക് എന്താ സിൽവർ എന്താ വില വരുന്നത്? ഇത് 2.30 ഒരു 2.25 ലക്ഷം രൂപ വരെയാണ്. 2 വണ്ടി നമുക്ക് കൊടുക്കാം. 2 വണ്ടിക്കും പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം അല്ലേ? ഇത് 2.25 ലക്ഷം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. 2.75 ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു. ഇത് നമ്മൾ 2.20 ഉദ്ദേശിക്കുന്നുണ്ട്. 2,20,000 രൂപ. അത് നെഗോഷ്യബിൾ ആവും. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. നല്ലൊരു ഓട്ടോമാറ്റിക് ഡീസൽ, അതായത് 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? 2018 ഡീസൽ. വില എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മാറ്റം അത് കേട്ടാൽ മതി, മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. 21 മോഡൽ വണ്ടിക്ക് എല്ലാത്തിനും 4 ലക്ഷം രൂപ. 22 ആകുമ്പോഴോ 4.35 ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3,85,000 രൂപയ്ക്ക് 2 വണ്ടി ഇവിടെ ഉണ്ട്. ഏത് വേണേലും വിളിച്ചോളൂ. 2012 CVT ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 4,75,000 രൂപ ഡീസലാണ്. 7,50,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏകദേശം ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നല്ലൊരു വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ലോ കിലോമീറ്റർ വണ്ടി ആയിരിക്കണം, അതേപോലെ പുതിയ മോഡൽ ആയിരിക്കണം, ഓട്ടോമാറ്റിക് വേണം, അല്ലെങ്കിൽ പെട്രോൾ വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഏത് ആഗ്രഹത്തിനും അത് നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് ലോ ബഡ്ജറ്റ്, വളരെ വളരെ ലോ ബഡ്ജറ്റ് മുതൽ ഞാൻ ഈ പറഞ്ഞ ഒരു 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏകദേശം ഒരു 45ഓളം വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഷോറൂം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ മലപ്പുറം മച്ചിങ്ങലുള്ള നമ്മുടെ MK യൂസ്ഡ് കാർസിലാണ്. MK യൂസ്ഡ് കാർസിൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഒരുപാട് വണ്ടികളുണ്ട്. ബാവക, എന്തൊക്കെയാണ് വിശേഷം? ഒരു മാസമായി നമ്മൾ കഴിഞ്ഞൊരു മാസം ഇവിടെ വരാൻ പറ്റിയില്ല കേട്ടോ, കാരണം ബാവക നല്ല തിരക്കായിരുന്നു. അതിൻ്റെ പുറമെ നമ്മൾ അതിലും വലിയ തിരക്കായിരുന്നു. അതുകൊണ്ട് ആ ഒരു മാസം വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം നമുക്ക് നല്ല വില കുറച്ച് കുറേ വണ്ടി കാണിച്ചു. വണ്ടികൾ ചെറുവണ്ടി വണ്ടി കയറിയതൊക്കെ ഇറങ്ങി ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 40 എണ്ണത്തിലധികം ഒരു 1 ലക്ഷം മുതൽ 5 ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികളില്ല. ഏകദേശം ഒരു 100 വണ്ടിന്റെ അടുത്ത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് മൊത്തം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രൈസ് റേഞ്ച് മാറും. ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ളത് കുറേ എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ മേലേക്കുള്ളത് വേറെയും കുറച്ച് വലിയ വണ്ടികളൊക്കെ അവിടെ ജീപ്പ് അത് ഇതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ആവശ്യമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടികളല്ലേ, ചെറുവണ്ടികൾ. അത് കുറച്ചെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വണ്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് നല്ല വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന റീൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. അത് കയറി കാണാൻ മറക്കണ്ട. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗോ എന്ന് പറഞ്ഞു തുടങ്ങിയാലോ? അപ്പോൾ എന്തായാലും ഈ ഒരു റെഡിഗോ എന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2017 റെഡിഗോ. 17 ഇത് 800cc അല്ലേ? 800cc മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ഏതാ പിന്നെ മോഡൽ? 17 മോഡൽ 50,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 50 കോടി സെക്കൻഡ് ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി അൺടച്ചപ്പ് വണ്ടിയാണ്. അതെ അല്ലേ? ക്ലീൻ വണ്ടിയാണ്. സ്വന്തമായിട്ട് പറയാം, അതായത് ഈ വണ്ടിയിൽ സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പുതിയതുണ്ട്. ഫുൾ ക്വാളിറ്റി ആണ്, ഫുൾ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റും. ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ. എന്താ പ്രൈസ് വരുന്നത്? ഇത് 2,30,000 രൂപ കൊടുക്കാം. 2017 വണ്ടി, അതും 2,30,000 രൂപ. എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരു 18-20 മൈലേജും കിട്ടും. ഏകദേശം കറക്റ്റ് സിവിലും കാര്യമുള്ളവർക്കാണ് ഫുൾ ലോണിലാണ് കൊടുക്കാൻ. ഫുൾ ലോണും കിട്ടും അല്ലേ? ഓക്കെ, 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഒരു 2.30 നെഗോഷ്യബിൾ അല്ല, കുറച്ച് കൊടുത്തൂടെ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ഓക്കെ, അതൊക്കെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. അതിൻ്റെ അകത്ത് കയറി കമന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം വണ്ടി ഒന്ന് വന്ന് കാണുക, മിനിമം അല്ലേ? നമ്മൾ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല. ഇത് നമ്മുടെ ഷോറൂം ഗ്യാരണ്ടിയാ. ഒരു അപ്രോണ് പോയൊരു വണ്ടി നമ്മുടെ ഷോപ്പിൽ കാണൂല. അത് മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എഗ്രിമെന്റിൽ എഴുതി തരാം. അത് പിന്നെന്താ വെച്ചാൽ വിശ്വാസം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടാലേ ഓൾക്ക് അറിയാലോ. എല്ലാവർക്കും ഇതിനെപ്പറ്റി ഐഡിയ ഉള്ളവരാണല്ലോ. അപ്പൊ ഉള്ളവർക്ക് കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും, കറക്റ്റ് നോക്കാം, കറക്റ്റ് ചെക്ക് ചെയ്യാം, എന്നിട്ട് മാത്രം എടുത്താൽ മതി. അതാണ് കേട്ടോ. അപ്പൊ എന്തായാലും അത്രയും കോൺഫിഡന്റോട് കൂടി തന്നെയാണ് നിങ്ങളോട് ഈ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞത്. 2.30 ഫുൾ ഓൺലി ഈ വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലും 2016 വണ്ടിയാണ്. ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. അതിന്റെ ഒരു കാര്യമായിട്ട് കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് ഗ്ലേസിംഗ് ഒരു ക്വാളിറ്റി അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷെ അത് ഹൈ ക്വാളിറ്റി വണ്ടി. അതൊന്നും പറയാനില്ല. 2 വണ്ടി കൂടി നിർത്തിയിട്ട് തിളക്കം കാണുമ്പോൾ അറിയാം. ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ മനസ്സിലാവും. 16 ഇത് എത്ര ഓടിയുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓടി. 70 ഓടി അല്ലെ? കറക്റ്റ് ഹിസ്റ്ററി കിട്ടൂല നമുക്ക്? കറക്റ്റ് ഹിസ്റ്ററി എടുത്തോട്ടെ. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പില് 100% വണ്ടി നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് കൊടുക്കും. ഇതിന്റെ ആണെങ്കിലും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഒരു റീപ്ലേസും ഇല്ലെന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല. അടിപൊളി.
2 ലക്ഷം രൂപ അല്ലേ? 2 ലക്ഷം ഫുൾ ലോൺ കിട്ടേണ്ടതാണല്ലോ. ഫുൾ ലോൺ കിട്ടും. അത് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരു 90% അപ്പോളോന്റെ 4 ടയറും കിടക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടുപോയാൽ പെട്ടെന്ന് ഒരു പണി എടുക്കണം. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓയിൽ സർവീസ് നമ്മൾ കൊടുന്നാറ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചില്ലറ എന്തോ വർക്ക് എടുക്കാൻ പോയി, അപ്പോൾ ഓയിൽ സർവീസും കൂടി ചെയ്തിട്ടുണ്ട്. കൺഫേം ആക്കി കൊടുക്കാൻ പറ്റും. അതും നിങ്ങൾക്ക് പ്രശ്നമില്ല. 2 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ ഈ വണ്ടി എടുക്കാം. നേരത്തെ തന്നെ 230 വില പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലൊക്കെ ഇത് 2010 വാഗണറാ. ഇത് 2 ഉണ്ട് കേട്ടോ. രണ്ടും 2010 വണ്ടി. ഏകദേശം ഒരേ റേഞ്ചിൽ ഓടിയതാണ്. അത് 90,000 ഓടിക്കണത്, 120 ഓടിക്കണം. ഓക്കെ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് 2 വണ്ടിയല്ല. ഒരു വണ്ടി എന്തോ ഡോർ എന്തോ കമ്പനിയിൽ നിന്ന് വർക്ക് എടുത്ത് ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട്. ഇതറായിട്ടൊന്നുമില്ല. 2010 വണ്ടിയല്ലേ? അതിനെ സംബന്ധിച്ച് വണ്ടി ക്ലീൻ വണ്ടികളാണ്. അപ്പോൾ ഇതിന്റെ ഒരെണ്ണം സിൽവർ ആണ്, ഒന്ന് വൈറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഏകദേശം സെയിം ആണ്. ഞാൻ എല്ലാം കൂടി വലിച്ചു വാരി കാണിക്കാത്തതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അതേ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് മറ്റേ വണ്ടിയും. കുഴപ്പമൊന്നുമില്ല. വാഗണർ ഏകദേശം ഒരു 4 വണ്ടിയോളം നാളെ ഇറങ്ങാണ്ട്. ഇന്നും നാളെ ലോ ബഡ്ജറ്റ് 2010 ഉണ്ട്, 15 ഉണ്ട്, 11 ഉണ്ട്. ഒരു 4 വണ്ടി ഓൾറെഡി സർവീസിലും പോളിഷിലും ഉണ്ട്. ഇന്നും നാളെ ഇറങ്ങും. അപ്പൊ ഇതാണ് ആ വെള്ള വണ്ടി. ഇതിലും ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ ഏകദേശം എല്ലാം സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് കാണിക്കാത്ത കേട്ടോ. ഇത് സിൽവർ, രണ്ടും 10 ആണ്. ഇത് നമുക്ക് എന്താ സിൽവർ എന്താ വില വരുന്നത്? ഇത് 2,30 ആണ്. ഒരു 2.25 ലക്ഷം രൂപ വരെയാണ് 2 വണ്ടി നമുക്ക് കൊടുക്കാം. 2 വണ്ടിക്കും പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം അല്ലേ? എന്തായാലും ഒരു തേർഡ് പാർട്ടി ചെയ്ത് കൊടുക്കുള്ളൂ അല്ലേ? ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കവർ ആക്കണമെങ്കിൽ. പക്ഷെ അത് പിന്നെ ആക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതെ. ലോൺ കയറുമല്ലോ. ലോൺ ഏകദേശം ഒരു 1.5 രൂപേന്റെ അടുത്ത് കയറും. അപ്പോൾ ഒരു 75 രൂപേന്റെ ഉള്ളിൽ കൊണ്ടുപോകും ആണല്ലോ. അടിപൊളി. അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലോ അത് 2008 വണ്ടിയാണ്. 2008 ആണ്. ഇത് ലാസ്റ്റ് നമുക്ക് 1,35,000 രൂപക്ക് പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവല്, 5 കൊല്ലത്തിന് ഫുൾ പേപ്പറിൽ നമുക്ക് കൊടുക്കാം, എടുത്തു കൊടുക്കാം അല്ലേ? ഇതിനിപ്പോ ഈ കാര്യമായിട്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല അല്ലേ? ഇത് അത്യാവശ്യം വണ്ടി ബോഡി വൈസ് നല്ല പ്രശ്നമില്ല, ടോപ്പ് വൃത്തിയാണ്. പക്ഷേ ഇന്റീരിയർ സീറ്റ് കവർ അടിപൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോയും വരും അല്ലേ? ഓക്കെ. ടയർ ഭാഗങ്ങളും ഏകദേശം ഫുള്ളാണ്. പുതിയ മോഡൽ വണ്ടിന്റെ അത്ര മൈലേജ് ഈ വണ്ടിക്ക് കിട്ടൂല. അതെ, കംപ്ലൈന്റ് വരില്ല. അതെ. പിന്നെ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ 1000 cc എഞ്ചിൻ വരുന്നതാണ്. ഇത് മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇതിന് 1.30 1,35,000 ഫുൾ പേപ്പർ അല്ലേ? 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലോൺ കയറുമോ? ലോൺ 8 പാടാ അല്ലേ? ഓക്കെ. നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ. സേറ്റ് ലോൺ ഒക്കെ കിട്ടുവാണെങ്കിൽ എടുത്തോളൂ. സേറ്റുവിനെ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അത് നിങ്ങൾക്ക് 8ന്റെ പണിയാണ്. അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ മൈക്കർ ആണെങ്കിലൊക്കെ 2013 ജനുവരി 75,000 കറക്റ്റ് സർവീസ്. ഡീസലാ? പെട്രോൾ. ഓക്കെ. സെന്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അന്നത്തെ XV പ്രീമിയം. അതെ. XL ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. XL ആണ്, അതുകൊണ്ടാണ് അലോവില്ല ചോദിക്കാൻ വരികയാണ്. അതെ. പക്ഷെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. പെട്രോൾ ഒക്കെ ഏകദേശം 73 ഒക്കെ പറയുന്നത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഹിസ്റ്ററിയിലെ കമ്പനി ഹിസ്റ്ററി എടുത്തതാണ്. ഓക്കെ. ഇത് കീ ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അത് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, വാവകൾക്ക് ഇന്റീരിയർ കാണിച്ചു തരും. പിന്നെ 13 മെയിൻ ക്ലാസ് മാറിയിട്ടില്ല, ഒന്നുമില്ല അല്ലേ? എന്താ നമുക്ക് പ്രൈസ് വരുന്നതിന്? ഇത് 2.25 ലക്ഷം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2.75. ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പെട്രോൾ സ്വിഫ്റ്റ് 2013 ഏകദേശം ഈ ഒരു റേറ്റിൽ കൂടുതൽ കൊടുക്കുന്നത് 3 രൂപ വരെ വരും എന്തായാലും. നല്ല വണ്ടി. ശരിക്കും പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ സെയിം ആണല്ലേ? കമന്റ് ബോക്സിൽ ഇടുണ്ടായിരിക്കെ അത്ര കിട്ടും ഇത്ര കിട്ടും, അതൊന്നും കിട്ടത്തില്ല. ഒരാള് കമന്റ് ബോക്സില് വില കൂടുതലാണെന്ന് പറയാന്നല്ലാതെ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഈ വിലക്ക് തരാന്ന് ഒരാളും എഴുതി വിടണില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കമന്റ് ഇട്ടാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ പറയും അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, OLX ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇവിടെ വേറൊരുത്തം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം പോയി നോക്കുക, അതിന്റെ ക്വാളിറ്റി നോക്കുക. എന്നിട്ട് നിങ്ങൾ നല്ലോണം തപ്പി നടന്ന അവസാനം ഇത് വേർത്താണെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നാൽ ഒരു നിർബന്ധമില്ല പെട്ടെന്ന് വരണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം വന്നാൽ മതി. നല്ല അടിപൊളി ഒരു മൈക്ര നോക്കിക്കോളൂ. 2.25 അല്ലേ? ഇനി ഇതാണെങ്കിലും ഐട്ടൺ 2019 വണ്ടിയാണ്. ഇത് സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 40,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. അതെ അല്ലേ? 2019 40,000 പുതിയതാണ്. ഈ സ്പോർട്സ് വരുമ്പോൾ അലോയ് വീൽസ് ഉണ്ടാവില്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. കീലസ് സെന്ററും ബട്ടർചാട്ടും അതും ഉണ്ടാവും. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ. അതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. മാനുവൽ ആണ്. പിന്നെ ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് ലേശം കൺജസ്റ്റഡ് ആയിട്ടാണ്. ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനോട് ചോദിച്ചാൽ മതി. നമ്മൾ എടുക്കുന്നതിൽ കാരണം ഇത്രയും വണ്ടികൾ മാറ്റിയിട്ട് നമുക്ക് എടുക്കൽ നടക്കൂല, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം
വൃത്തിയായിട്ട് കാണിക്കാം അല്ലേ? അതെ. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ വെയിലിന്റെ കാര്യം ഒന്നും പറയണ്ട, ചൂടിന്റെ കാര്യം അത് അതിന്റെ ബാക്കിയാണ് കേട്ടോ. നോമ്പൊക്കെ എടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഓവർ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു വിടുന്നത്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് 4,90,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2019 ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. 19 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ല, ഇത് റേറ്റ് കുറയാനുണ്ട് എന്തായാലും. ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി ലേശം ഇതിന് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം കസ്റ്റമർ. അതായത് വരുന്ന ഒരാളെ ഇവിടെ ഷോറൂം ഉണ്ടായതിന്റെ ഷോറൂമിൽ ഇതേ മോഡൽ വണ്ടി ഉണ്ട്. 5,15 ലക്ഷം രൂപ യൂസ്ഡ് അല്ലേ? ഇതേ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ എന്താണ് ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഈ റിറ്റ്സ് ആണെങ്കിലോ? ഈ റിറ്റ്സ് 2010 പെട്രോൾ ആണ്. KL 14 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇതിന്റെ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ. അത് ഇന്നോ നാളെ നമുക്ക് വരാണ്ട്. ഡീസൽ ഇതിപ്പോ പെട്രോൾ. ഇത് K series എഞ്ചിനാ? K series എഞ്ചിൻ. ഓക്കെ, അതായത് ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. നമ്മുടെ വാഗണറിന്റെ ഒക്കെ സെയിം ആ ഒരു 1000 cc എഞ്ചിൻ വരുന്നതാണ്. അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്യാമറ കാര്യങ്ങൾ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും. ഓട്ടോ എത്രയാണ്? നല്ലൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ലക്ഷം ഓടി. 1 ലക്ഷം ഓടി അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 2013-10 അല്ലേ? ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു എന്തായാലും വണ്ടിയിലുണ്ട്. എന്താ വെച്ചാൽ ഈ സൈഡിൽ കഴുകിയിട്ടില്ല. അതെ, നാളെ ഓടി ഉണ്ടാവും അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 2,20,000 ഉദ്ദേശിക്കുന്നുണ്ട്. 2,20,000 രൂപ. അത് നെഗോഷ്യബിൾ ആവും. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും കംപ്ലൈൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. 2,20,000 അല്ല പറഞ്ഞാൽ നെഗോഷ്യബിൾ ആക്കൂല. ചെയ്ത് കൊടുക്കാം. ഇനി ഇതാണ് ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2019 സ്വിഫ്റ്റ് ആണ്. 19 ന്യൂ ഷേപ്പ് അല്ലേ? ഓക്കെ, 19 ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ VX ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ടയർ ഭാഗങ്ങൾ ഇത് ഓട്ടോ 60,000 ഓടിയിട്ടുള്ളൂ. 60,000 ഓടി. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 40 ടയർ മാറിയതാണ്. ഒരു 20 ഓടിയ ടയറാണ് ഇപ്പൊ കിടക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ഒരു 10,000 അല്ല 5 അല്ല 10-15 എന്തായാലും ഓടും. 40-20 കിലോമീറ്റർ എന്തായാലും ഓടും. അതാണ്. അത് നിങ്ങൾ നോക്കി അത് റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. കമ്പനിയിൽ എന്തോ പമ്പറോ കാര്യങ്ങൾ എന്തൊക്കെ ചെറുങ്ങനെ അത് നിങ്ങൾ ഇസ്ത്രി എടുത്ത് കൊടുക്കും. ഓക്കെ, മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാറിയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ ഈ ബമ്പറൊക്കെ ടച്ചപ്പ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോ കംപ്ലീറ്റ് അങ്ങ് റീപ്ലേസ് ചെയ്യും അല്ലേ? അങ്ങനെ വരുന്നതാണ്. അതെ, ഇതൊക്കെ പുതിയ വണ്ടി ആയതുകൊണ്ട് ബമ്പർ ടു ബമ്പർ ഉണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് വണ്ടി എടുക്കുമ്പോഴും മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അത് ഇവിടുന്ന് അല്ല എവിടുന്ന് എടുക്കുകയാണെങ്കിലും. ഇതിന്റെ വിലയും കൂടിയോ? 6,30,000 രൂപ. 6,30,000 2019 വണ്ടിയാണ് കേട്ടോ. 6,30,000 രൂപ. അത് നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. മാക്സിമം ലോൺ കിട്ടും അല്ലേ? 5.5 സുഖമായിട്ട് 5,50 ചെയ്ത് കൊടുക്കാം. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് കേട്ടോ. നല്ലൊരു ഓട്ടോമാറ്റിക് ഡീസൽ, അതായത് 20-ന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? 2018 ഡീസൽ. 18 ആണ്. 2018 എത്ര ഓടി? 18 ഡീസൽ 95,000 കിലോമീറ്റർ. ഇത് VDI ആണ്. VDI വണ്ടി, രണ്ടാമത്തെ ഓണർ. ഓൾറെഡി ഇത് റീ രജിസ്റ്റേർഡ് ആണ് വണ്ടി. റീ ആണ്. ഇത് കർണാടക റിയ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് അലോയിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു. 4 നല്ല കിഡിലൻ ടയറും ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കറക്റ്റ് ഉണ്ട് അല്ലേ? ഈ 95 അല്ലേ? കറക്റ്റ് ആണ്. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. ഒരു 9 ഇഞ്ചിന്റെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണം, അത് നല്ല മൈലേജ് വേണം എന്നുള്ളവർക്ക് ഇതല്ലാണ്ട് ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ കിട്ടാനില്ല അല്ലേ? നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,30,000 രൂപയാണ് നമ്മൾ ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. 18 മോഡൽ. ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. അതായത് അതില് പ്രൈസ് കുറയാനും ഉണ്ടല്ലോ അല്ലെ? ചെറിയ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം. അതായത് 6,30,000 രൂപയ്ക്ക് 2018 മോഡല് 95,000 കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി ഉള്ള വണ്ടി. കുറച്ച് കുറയണം കേട്ടോ പ്രൈസ്. എന്തായാലും ചെയ്ത് കൊടുക്കാം. അതെ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. അത് ഇത് ലോണും കയറില്ല മാക്സിമം 5 ലക്ഷം രൂപ. ഇതിവിടെ റീ ആവുമ്പോ അതിന് പൈസ റീ ഒക്കെ അടച്ച് പൈസ കൊടുത്ത് അടച്ചല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതൊന്നും കളയണ്ട കേട്ടോ, ഒഴിവാക്കണ്ട. ഇതൊന്നും നോക്കിക്കോളൂ. ഇതാണെങ്കിലോ? ഇത് 2012 VDI. ഇത് 12 വണ്ടിയാ? 12 വണ്ടിയാ. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ ഒരു അതിശയത്തോടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുന്നതാണെന്ന്. പക്ഷെ ഇത് നിങ്ങൾ വന്ന് കാണണം. ഇത് നിങ്ങൾ വന്ന് കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ ഇത് 12 പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ ആവശ്യമില്ല. സത്യം കേട്ടോ, ഇത് അത്രയും ക്വാളിറ്റി. ബോഡി വൈസ് ആ വണ്ടി എന്നാ വൃത്തിയാന്നറിയാം. 1,15,000 കറക്റ്റ് സർവീസ്. ഡീസലാണ് VDI ആണ്. മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങിയത് 2ാമത്തെ ഓണർഷിപ്പില്. ഒരേ അഡ്രസ്സിൽ 2ാമത്തെ ഓണർഷിപ്പ്. അതായത് ഇതിന്റെ മെയിൻ ഒരു കാര്യം പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാറിയിട്ടില്ല, ഒന്നും മാറി. കാര്യമായ ടച്ചപ്പ് പോലും ഇതിൽ കയറിയായിട്ട് ഞാൻ കാണുന്നില്ല അല്ലേ? നല്ല ക്വാളിറ്റി ആണ്. അതെ. അതായത് ബമ്പർ സൈഡ് ടച്ചപ്പ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. അതായത് ഈ ബോഡി എന്തായാലും ബോഡി ടച്ചപ്പ് ഒക്കെ കമ്മിയാണ്. അതെ.
എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. നല്ല വണ്ടി 12 വണ്ടി നല്ല ക്വാളിറ്റി തന്നെ പറയാം. വില കേട്ടെ 4,15,000 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ? 12 വണ്ടി ഇവിടെ ക്വാളിറ്റി വണ്ടിയല്ലേ. ഒരു 4 ചോടക്ക് പോകൂല, ഉറപ്പാണ്. 4 മേലെ തന്നെ നമ്മക്ക് തന്നെ വില ക്വാളിറ്റി കൊണ്ട് എടുത്താ. ഒരു ക്വാളിറ്റി ഉദ്ദേശിച്ച് 7 സീറ്റ് എർട്ടിക വരുന്ന ഈ വണ്ടി എടുക്കാതെ പോകൂല. നല്ല സീറ്റ് കവർ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100-ൽ 100% ഞാൻ ജെന്യുവിൻ ആയിട്ട് പറയുന്നു. ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരാളും കുറ്റം പറയില്ല. വില എന്തെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെറിയ മാറ്റം അത് കേട്ടാൽ മതി. മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. ലോണും കയറിലേക്ക് ഇതിൽ മാക്സിമം ഒരു 3 രൂപ വരെ ചെയ്ത് കൊടുക്കാം. 1.15 കൊണ്ടുവന്നാൽ ഇത് ഇറക്കി കൊണ്ടുപോകും അല്ലേ? പക്ഷെ ഇത് വണ്ടി വൃത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഇനി അൾട്ടോ ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എൻക്വയറി ഉള്ള ഒരു വണ്ടി അല്ലേ? സാധാരണ ഇപ്പൊ നമ്മുടെ മോഡൽ കൂടിയതാണല്ലേ. പിന്നെ നമുക്ക് ബാക്കിലൊരു മോഡൽ കുറഞ്ഞതിൽ ചെറിയ ഓട്ടോ ഓടിയൊരു വണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ അല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പൊ നിലവിൽ 4 എണ്ണം കിടക്കുന്നുണ്ട്. 4 വണ്ടി കിടക്കുന്നുണ്ട്. 3 വണ്ടി 21, ഒരു വണ്ടി 22. ഈ വെള്ള 22, ഇത് 21, ഇത് 21, അത് 21. അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന ഗ്രേ ആണ് 22. ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ? 20,000 കിലോമീറ്റർ ഓടി വണ്ടി. 28,000 കിലോമീറ്റർ, 28, 4 ടയർ ഫ്രഷ് ഇപ്പൊ പുതിയത് ഇട്ടത്. അതായത് 2021 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയ 4 പുത്തൻ ടയറുള്ള വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ? ഒന്നും റീപ്ലേസ് ആയിട്ടില്ലല്ലോ. ഏകദേശം ഈ പറഞ്ഞ 4 വണ്ടിയും കിലോമീറ്റർ ഒക്കെ സെയിം ആണോ? സെയിം. ഇത് 20,000 ഓടിയിട്ടുള്ളൂ. അത് 10,000 ഓടി വണ്ടി. 22 വണ്ടിയും 10,000 ഓടി വണ്ടി. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വളരെ 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 ലോ കിലോമീറ്റർ വണ്ടികളാണ്. 1, 2, 3, 4 അങ്ങനെ മൊത്തം 4 വണ്ടികളുടെ ആ ലാസ്റ്റ് കിടക്കുന്നതാണ് ഗ്രേ ആണ്. ശരിക്കും 22 പറഞ്ഞു. 22 വണ്ടി, 2 എയർ ബാഗ് വരുന്ന വണ്ടി. അതെ അതെ. ഇത് VXI ആണ്. ഇതിമേൽ 2 എയർ ബാഗ് വരും. ഈ 2014 വണ്ടി 14,000 ഓടിയത്, 4 ടയർ ഫ്രഷ് പെട്ട വണ്ടി നമ്മളെ കയ്യിൽ ബാക്കിലുണ്ട്. അത് ഞാൻ സപ്പോർട്ട് കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് എന്താ വരുന്നത്? 21 മോഡൽ. ഇത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. 21 എല്ലാം സെയിം വിലയാണോ? സെയിം വില. 21 മോഡൽ വണ്ടിക്ക് എല്ലാത്തിനും 4 ലക്ഷം രൂപ. 22 ആകുമ്പോഴോ? അത് 4.35. 4.35. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 25 രൂപ 30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും ചെയ്യാം. നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ലോണും കൊടുക്കാം. അപ്പൊ എന്തായാലും 4 അൾട്ടോ 800 കിടക്കുന്നുണ്ട്. സാധാരണക്കാര് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന വണ്ടി. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട. ഇതൊന്നും നോക്കിക്കോളൂ. ഞാൻ ഒന്നാമത് ഈ 4 വണ്ടിന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഒരു വണ്ടി കാണിച്ചത്. ഇത് തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കിൽ കിടക്കുന്ന കിഡ് കുറച്ചെണ്ണം കാണിച്ചു കൊടുത്താലോ? കിഡൊക്കെ ഓട്ടോമാറ്റിക് കിഡുകളാണ്. കിഡ് ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ഇവിടെ 2 കിഡ് കിടക്കുന്നുണ്ട്. അതായത് ഒരു സാധാ കിഡ്, ഒരു ക്ലൈംബറും ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2017 വണ്ടിയാ. 17 RST ഓപ്ഷനല്ലേ? പിന്നെ RXT ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. പിന്നെ ഇതൊരു എന്താ പറയുക, ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. 4 മിച്ചിലിന്റെ 4 ടയർ ഉണ്ട്. മോഡൽ ഏതാ പറഞ്ഞത്? 17 വണ്ടി. 17. എത്ര ഓടിയുണ്ട്? ഇത് 60,000 കിലോമീറ്റർ. ജെനുവിനായിരിക്കും അല്ലേ? കറക്റ്റ് സർവീസ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയാണ്. ഇപ്പൊ ഈ ക്ലൈംബർ ആണെങ്കിലും രണ്ടും ഒരേ സാധനമാണ്, ഒരു വ്യത്യാസമില്ല. ക്ലൈംബറും ഇതും ഒരേ റേറ്റ് ആണ്. അതെ. അത് മാത്രമല്ല ക്ലൈംബറിൽ കുറച്ച് സ്റ്റിക്കർ അഡീഷൻ വരുന്നല്ലാണ്ട് ഒരു മാറ്റമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. രണ്ടും ക്ലീൻ വണ്ടി. എന്താ റേറ്റ് വരുന്നത്? ഇത് 2 വണ്ടിയും ഫൈനൽ റേറ്റ് 390 ചോദിക്കേണ്ട. 3,85,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. അതായത് 2017 വണ്ടി അല്ലേ? 17 വണ്ടി RST ഓപ്ഷനല്ലേ? ക്ലൈംബർ വരുന്നുണ്ട്, ഒരു RXT ഓപ്ഷനൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. 3,85,000 രൂപയ്ക്ക് 2 വണ്ടി ഇവിടെ ഉണ്ട്. ഏത് വേണേലും വിളിച്ചോളൂ. ഇനി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാന്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാ വണ്ടീൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ വെച്ച് തരും. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോട്ടെ. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൺ ഓട്ടോമാറ്റിക് ആണ്. പണ്ടത്തെ CVT. ഓക്കെ. ഏതാ മോഡൽ? സൺറൂഫ് വരുന്നുണ്ട്. ഇത് സൺറൂഫ് ഒക്കെ ഉണ്ടല്ലേ? അതായത് ഈ ഷേപ്പിൽ വന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആണല്ലേ? ആസ്ട്ര ഓപ്ഷനിലാണ്. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2012. ഓട്ടം എത്രയാ? ഓട്ടം 1,15,000 കിലോമീറ്റർ. അത് എന്താ പറയാ, ഒരു നോർമൽ ഓട്ടം തന്നെ. അതായത് 12 വണ്ടി. ഒരു വർഷത്തിൽ ഒരു 10,000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ഒരു മാസം 100 കിലോമീറ്റർ 1000 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടുന്ന ഒരു വണ്ടിയായിരുന്നു. കറക്റ്റ് ആണല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ അടിപൊളി. ഇന്റീരിയറും മോശമൊന്നുമില്ല. ഈ സൺറൂഫും ഓട്ടോമാറ്റിക്കലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നീറ്റ് സൺറൂഫിന്റെ സ്വിച്ച് ഒന്ന് മാറ്റി കൊടുക്കാണ്ട് മാറ്റി കൊടുക്കാം. അല്ല, ഞാൻ പറയുമ്പോൾ എല്ലാം ക്ലീൻ ആക്കി കൊടുത്താൽ മതി. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3.25 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 3,25,000. 2012 CVT ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. പക്ഷെ നല്ല ക്ലീൻ വണ്ടിയാണ്. ക്വാളിറ്റി. ഇത് ലോൺ കയറൂലേ? ലോൺ കയറും. ഒരു 2.5
അപ്പൊ ഒരു 75 രൂപ നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് കേട്ടോ കൊടുക്കാം അല്ലേ? നല്ല പ്രൊഫൈലാണ് ലോണിന്റെ മെയിൻ. അതെ, 75,000 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുവരാം. പിന്നെ ഞാൻ ഈ പ്രൈസുകളൊക്കെ ഇവരുടെ കൂടെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ വരിക, വണ്ടി ക്വാളിറ്റി നോക്കുക, ഓടിച്ചു നോക്കുക, നെഗോഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഇനി ഇതാണെങ്കിലും ഈ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് അല്ലേ? 9 ആണ്. പക്ഷെ അതിന്റെ കുറച്ച് വൃത്തി കുറവുണ്ട്. ഇതൊരു പാർക്ക് ആൻഡ് സെയിലിന് വന്ന അപ്പൊ നമ്മളൊരു വർക്കുകളും കാര്യമൊന്നും എടുത്തിട്ടില്ല അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു സാധാരണ ഉപയോഗത്തിന് വേണ്ടി ഓട്ടോമാറ്റിക് ഈ ടൗണിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന. അതെ അതെ അതെ, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് കൺഫേം ആണെങ്കിൽ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി പോളിഷും കാര്യങ്ങളും ചെയ്ത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കാം. അതെ അല്ലേ? ഇതിന് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടാക്കാം? ഒന്നുമില്ല മേജർ ആയിട്ട് ഒന്നുമില്ല. മെക്കാനിക് ഭാഗം ഫുള്ളാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ. പിന്നെ ഈ പെയിന്റ് ടച്ചപ്പ് ഒഴിച്ചാൽ ഈ ഒരു കളർ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയായി നിന്നോളൂ. ഇത് എന്താ ആസ്തിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഇത് സ്പോർട്സ് ആണല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 220 എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ കസ്റ്റമറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ഈ പാർക്ക് ആൻഡ് സെയിൽ ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീരുമാനം എടുക്കാനുള്ള ഞാൻ പാർക്ക് ആൻഡ് സെയിൽ നമ്മൾ ചെയ്യലില്ല. ഇത് ഞാൻ കൊടുത്തൊരു വണ്ടിയാണ്. അപ്പൊ അയാൾ ഫാമിലി അടക്കം ഗൾഫിൽ പോയപ്പോ അയാൾ ഇവിടെ നിർത്തി പോയതാണ്. ചെയ്ത ആളാണ്. അപ്പൊ വില ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. നമുക്ക് എന്താ ചെയ്തു കൊടുക്കും. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം വില കുറച്ച് തരും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു i20 കൂടി കാണിച്ചു തരാം. ഇത് i20 ഡീസലാണോ? ഡീസൽ 2014 വണ്ടി. 14 ഡീസൽ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ, സ്പോർട്സ് അല്ലേ? സ്പോർട്സാ. ഓക്കെ, പക്ഷെ ഇതിനകത്തൊരു സ്ക്രീനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC ഒക്കെ വരും. പിന്നെ ആ സീറ്റ് കവറും കാര്യങ്ങളും. അതെ അതെ അതെ, പക്ഷെ നല്ല കട്ട ടയറും കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 14 എത്ര ഓട്ടം പറഞ്ഞേ? 135. ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഡോർ ഗ്ലാസ് മാത്രം, ഡോർ മാറിയില്ല. ലോക്കായപ്പോ പൊട്ടിച്ചാണ്. അതെ അല്ലേ? ഓക്കെ, എന്തായാലും ചിലപ്പോൾ കീ ഒക്കെ ലോക്കായിപ്പോ പൊട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? ഒന്നുമില്ല, ഒരു അപാകതയില്ല. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്, കാര്യങ്ങൾ എല്ലാതും നമുക്ക് കൊടുക്കും. എല്ലാം ഉണ്ടല്ലേ? എല്ലാതും ഓൾറെഡി. ഈ ഡീസൽ വണ്ടി എന്താ വിലയും കൂടി വരുന്നത്? നമുക്ക് 4.25 ലക്ഷം രൂപ. 4,75,000. അതായത് ഈ ഒരു ഷേപ്പിൽ വന്ന i20കളിലെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. 4,75,000 ഡീസലാണ്. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 1,25,000 കറക്റ്റ് ഹിസ്റ്ററി എടുത്ത് തരും. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി. ഒന്ന് നോക്കിക്കോളൂ. ഡീസലും കൂടിയാണ്, നല്ല മൈലേജും കിട്ടും. ഇനി ഒരു ഫുൾ ഓപ്ഷൻ ആണല്ലോ ഇത് ആണല്ലോ. ഓപ്ഷനിൽ 6 എയർ ബാഗ് വരും. 6 എയർ ബാഗ്. ഇത് ഏതാ മോഡല്? ഇത് 2018-19 റേസുള്ള ഡീസലിന്റെ ഏകദേശം ലാസ്റ്റ് വണ്ടിയാണ്. ഡീസലിൽ ലാസ്റ്റ് വണ്ടി കേട്ടോ. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 1,15,000 കറക്റ്റ് ജെന്യൂൻ സർവീസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഇതിൽ ശരിക്കും സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്നല്ലേ? ഈ സീറ്റ് കവറൊക്കെ ചെയ്യുമ്പോൾ അല്ല, അതേ ഈ സീറ്റിലെ എയർ ബാഗ് ഒക്കെ പക്ക വർക്ക് ചെയ്തോളൂ. വർക്ക് ചെയ്യുന്ന പറയുന്നത് അല്ലേ? ഓക്കെ, എന്നാലും സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ അലോയ് വീൽസ് ഉണ്ട്. ഒരു 60% ടയറേ ഉള്ളൂ. മാനുവൽ ആണ്, നല്ല മൈലേജ് കിട്ടും. പിന്നെ ഇതിലൊന്നും സെപ്പറേറ്റ് വെക്കണ്ട, എല്ലാം കമ്പനി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ആസ്റ്റ ഓപ്ഷനിലാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ലാസ്റ്റ് വണ്ടി. എന്താ പ്രൈസ്? ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 7,50,000 രൂപ. ഓക്കെ, 7,50,000 രൂപ ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. നെഗോഷ്യബിൾ ആവൂലേ? നമ്മൾ ഷോപ്പിൽ ചോദിക്കണ്ടേ 7,70,000 രൂപയാണ്. വീഡിയോസിൽ നമ്മൾ എല്ലാ വണ്ടി ഫൈനൽ റേറ്റ് ആയിട്ടുണ്ട്. എന്നാലും ചെറിയ മാറ്റം നമ്മളെ കൊണ്ട് കൈയുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലെ? കസ്റ്റമർ വന്നോട്ടെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. അതാണ്. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പരിഗണന ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അവര് വരുമ്പോ നമുക്കിപ്പോ നിങ്ങൾ എനിക്കൊരു ഓഫർ തരുമല്ലോ, അതുപോലെ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ അതെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഇന്ന് ഒരു അല്ലേ? അപ്പൊ പുള്ളിയൊക്കെ തമിഴ്നാട്ടിൽ ശരിക്കും ഇവരുടെ നമ്മുടെ തമിഴ്നാട്ടിൽ കമ്പാരിറ്റീവ്ലി വില ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവരുടെ ലാഭം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ട് റീ ചെയ്യാണ് ചെന്നൈക്ക് അല്ലേ? ഇവിടുന്ന് ഓടിച്ച് പോകും വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഒരുപാട് ആൾക്കാർ നല്ല നല്ല വണ്ടി എടുക്കണം അല്ലേ? അപ്പൊ നല്ല നല്ല പ്രൈസിൽ ഇങ്ങനെ മൂപ്പര് തരുകയും ചെയ്യും കേട്ടോ. ഇനി ഈ ഡിസ് അല്ലേ, ഇത് ബൊലേനോ ഏതാ മോഡല്? ബൊലേനോ 2018 ആസ്ട്ര. 18 ആസ്ട്ര ഓപ്ഷനിലല്ല, ഡീസൽ. അൽഫ ഓപ്ഷൻ. അൽഫ, അതാണ് ഞാനും ചോദിക്കുന്നത്. ഇത് പറഞ്ഞു പോന്നപ്പോ പോയതാണ്. അൽഫ ഓപ്ഷനിലാണ്. അതായത് അന്ന് വന്ന വണ്ടികളിലെ ഏറ്റവും ടോപ്പ്. ടോപ്പ്. ഇത് മാനുവൽ തന്നെ അല്ലേ? മാനുവൽ ഡീസൽ. എത്ര ഓടി ഉണ്ട്?
ഇത് 1,08,000 ജെന്യൂൻ സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി. 1,08,000 ഓടിയ വണ്ടിയാണ്. കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ഇതിന്റെ അകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യണ്ട, നല്ല സാധനമുണ്ട്, നല്ല ക്വാളിറ്റി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങളെ ഗ്രില്ല് ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോട്ടെ. മേജർ ആയിട്ടൊന്നുമില്ല. മേജർ ഉണ്ട് നമ്മൾ MK യൂസ്ഡ് കാറിൽ വണ്ടി ഉണ്ടാവില്ല. അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരു അപ്രോണ് പോയത് ഇതിലില്ല, ഷോപ്പ് കേറൂല. അതായത് 8ന്റെ പണി കിട്ടുന്ന ഒരു വണ്ടി ഉണ്ടാവില്ല. എന്തെങ്കിലും നമുക്കൊരു എക്സ്ചേഞ്ചിലൊക്കെ അങ്ങനത്തെ ഒരു വണ്ടി വന്നാൽ തന്നെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കൂല, ഡീലർക്ക് കൊടുത്ത് ഒഴിവാക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ പണികളൊന്നും കിട്ടൂല. ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 7,70,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7,75,000 2018 ആൽഫ ഏറ്റവും ടോപ്പ് അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 7,70,000 രൂപ നെഗോഷ്യബിൾ അല്ലേ? ചെറിയ മാറ്റം ചെയ്ത് 7 രൂപ ലോൺ കയറുമോ? 7.5 ലക്ഷം റുപ്യ ലോൺ 7.5 വരെ കിട്ടും. ചില്ലറ പൈസ ഉഷാറാണ്. സിവില് കാര്യം ട്രാക്ക് കാര്യങ്ങളൊക്കെ വരും. ഇനി ടിയാഗോ ഏതാ മോഡൽ? ടിയാഗോ ഓട്ടോമാറ്റിക് 2020 3-ാം മാസം വണ്ടിയാണ്. 23-ാം മാസം അല്ലേ? അതായത് ന്യൂ ഷേപ്പ് അല്ല കേട്ടോ, പഴയ ഷേപ്പാണ്. പഴയ ഷേപ്പിൽ 20 3-ാം മാസം വണ്ടി. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 12/3/2020 ആണ്. ഓട്ടോമാറ്റിക്കൽ എത്ര ഓടിയുണ്ട്? ഇത് 60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 60 സിംഗിൾ ഓണർ അല്ലേ? ഇത് കറക്റ്റ് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? കറക്റ്റ് സർവീസ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരും, പ്രൊജക്ടർ വരും. ഇതൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ XZA+ അല്ലേ? എന്താ പ്രൈസ് വരുന്നത്? ഇത് 560 നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. 2020 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണ്ടോ? 2020 മോഡൽ വണ്ടിക്കാണ്. അതും ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടിക്കാണ് 560 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയി കൊടുക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ. ഇത് നോക്കിക്കോട്ടെ. ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്ന കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടികളാണ്. പിന്നെ ഇനി ഇതാണെങ്കിലോ ഈ മൈക്ര ഓട്ടോമാറ്റിക് CVT പെട്രോൾ. ഓക്കെ. ഇത് ഏതാ മോഡൽ? ഇത് 2014 മോഡലാണ്. 14 ആണല്ലേ? 14 എത്ര ഓട്ടോ ഒക്കെ? ഇത് 1,15,000 ജെന്യൂൻ സർവീസിലുണ്ട്. 1.15. അത് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി കറക്റ്റ് ഹിസ്റ്ററി, സർവീസ് എടുത്ത ബില്ല് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മോഡൽ വണ്ടി. ഇതും വണ്ടി ഇപ്പൊ ലോക്കായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ എന്തെങ്കിലും കൂടുതൽ ഇന്റീരിയറിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഇക്കാനോട് പറഞ്ഞാൽ അയച്ചു തരും. ഒന്ന് പോളിഷ് ചെയ്യാണ്ടല്ലേ? റീപ്ലേസ് കൊടുക്കുമ്പോൾ എന്തായാലും എല്ലാ വണ്ടി നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. ഇത് നമുക്ക് പ്രൈസ് എത്ര പറഞ്ഞത്? ഇത് നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. 3,65,000 രൂപ കൊടുക്കാം. 14 വണ്ടി. 14 CVT ഓട്ടോമാറ്റിക് XP പ്രീമിയം ടോപ്പിന്റെ മോഡൽ. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ബട്ടൺ സ്റ്റാർട്ട്. ഇതിൽ ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. എഗ്രിമെന്റിൽ എഴുതി തരും കേട്ടോ, എഴുതി കൊടുക്കാൻ മതി. പിന്നെ ടയർ നല്ല പുതിയ ടയർ അല്ലേ? നല്ല പുതിയ. ഇത് ആ പറഞ്ഞ പ്രൈസിന് നല്ല വേർത്താണ് കേട്ടോ. ഒരു 4 ലക്ഷം രൂപയ്ക്ക് സാധാരണ ചോദിക്കുന്ന വണ്ടി 4.25 ലക്ഷം രൂപ വരെ ചോദിക്കേണ്ട വണ്ടിയാണ്. അതെ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഓഫർ ആയിട്ടാണ് കൊടുക്കുക? അത് നമ്മളൊരു എക്സ്ചേഞ്ചിൽ വന്നാണ് അപ്പൊ കൊടുക്കുക. വില കുറച്ച് കിട്ടിയാൽ വില കുറച്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും 3,65,000 രൂപ നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും കുറയാണ്ടോ അതിൽ? ഇനി പറഞ്ഞാൽ മോശമല്ലേ? ഫുൾ ലോൺ കൊടുത്തൂടെ? ഫുൾ ലോൺ കൊടുത്തൂടെ? 3 ലക്ഷം രൂപ ലോൺ കൺഫേം ആയിട്ടും കിട്ടും. അത് നിങ്ങൾ നോക്കിയാട്ടോ, മാക്സിമം നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ചെയ്തു തരും. ഇനി ഒരു ബലനയും കൂടി കാണിച്ചു തരാം. ഓട്ടോമാറ്റിക് CVT അല്ലേ? പിന്നെ ഡീസൽ കാണിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഓട്ടോമാറ്റിക് ഉണ്ടാന്ന് ഓർത്തിട്ട് കാണിച്ചാട്ടോ. പെട്രോൾ ആണ്. ഇത് ഏതാ മോഡൽ? ഇത് 2018 ആണ്. 18 അൽഫ ഓട്ടോമാറ്റിക്. അതെ. അൽഫ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35,000 ഓടിയിട്ടുള്ളൂ. 35 ഓടിയിട്ടുള്ളൂ. അത് നല്ല ലോ കിലോമീറ്ററുമാണ് കേട്ടോ. പിന്നെ CVT ആയതുകൊണ്ട് മൈലേജ് ലേശം കുറയും. അപ്പോൾ കുറച്ച് ഓട്ടം കുറയും. അതെ. സ്വാഭാവികമായും ഓട്ടം ലേശം കുറയും. അതാണ് അതിന്റെ ഒരു കഥ. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? കറക്റ്റ്. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 8 ലക്ഷം രൂപ നമ്മൾ ചോദിക്കേണ്ടത്. കുറയും, മാറ്റം ചെയ്തു കൊടുക്കും. അപ്പോൾ 7 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം ലോണും ചെയ്യാം അല്ലേ? അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരും. ടയറും നല്ല കട്ട ടയർ ഉണ്ട്. ക്ലീൻ വണ്ടി, റീപ്ലേസ് ഇല്ല, ഒരു കുഴപ്പമില്ല. 8 ലക്ഷം രൂപ ആസ്കിങ്. ഒരു 7.5 ലോൺ കയറുമോ? സുഖമായിട്ട് കൊടുക്കും. കയറും അല്ലേ? പിന്നെ 18 മോഡൽ ഉള്ളത് കൊണ്ട് നല്ല ലോൺ മാക്സിമം കിട്ടും. പിന്നെ ലോണിന്റെ മെയിൻ ആയിട്ട് പ്രൊഫൈലാണ്. അതുപോലെ ട്രാക്ക് കാര്യങ്ങള് ഏകദേശം ഫുൾ ലോൺ വരെ കിട്ടുന്ന വണ്ടികളില്ല. ഫുൾ ലോണിന്റെ മേലും കിട്ടുന്ന വണ്ടികളുടെ പ്രൊഫൈലിനനുസരിച്ചാണ് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു എറ്റിയോസ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സണ്ണി ഉണ്ടല്ലോ. സണ്ണി ഏതാ മോഡൽ? സണ്ണി 2013 മോഡലാണ്. 13 ആണ്. ഡീസലാണ്? 12 ഡീസലാണോ? ഡീസലാണ് അല്ലേ? പിന്നെ ഇത് ശരിക്കും ഓട്ടോ ഒക്കെ എത്രയാ? ഇത് 1,40,000 ഓടി.
1.45 ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? പിന്നെ 20 മേലെ മൈലേജ് കിട്ടുന്ന വണ്ടി ഓടിച്ച് പോകും ആൾക്കാർ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഓട്ടോമാറ്റിക് ഓടും. ഇത് ഓട്ടോമാറ്റിക്കാ? അല്ല, ഓട്ടോമാറ്റിക് നമ്മൾ ഓടിപ്പോയി. അതെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓടും, അതാണ് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും അപാകതകൾ? ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ കറക്റ്റ് അല്ലേ? 2013 XV പ്രീമിയം വണ്ടി. ഇത് ഒറിജിനൽ കേരള തന്നെയാണ്? ഒറിജിനൽ കേരള വണ്ടി, ഒരു റീപ്ലേസും ഇല്ല, ക്ലീൻ വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? ഇത് 3,60,000. 360 അല്ലേ? പിന്നെ 12 വണ്ടി ഉണ്ട്, 330. ഓക്കെ, ഇത് 13 ആയതുകൊണ്ട് 360 വരും. മോഡലിനും കിലോമീറ്ററിനനുസരിച്ച് എല്ലാ വണ്ടിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇതൊന്നും നോക്കിക്കോട്ടെ, ആരെങ്കിലും സെഡാൻ വണ്ടി നോക്കണ്ടേ നോക്കിക്കോ. 1-2 വണ്ടിയും കൂടി ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടി ലോ ബഡ്ജറ്റിലുള്ളത്. ഇത് ഏതായിരിക്കും മോഡല്? ഇയോണ് 18 വണ്ടിയാണ്. 18 ആണ്. 2018 എത്ര ഓട്ടം? ഇത് 60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 60,000 സിംഗിൾ ഓണർഷിപ്പ്. ഇത് എറയാണോ? മാഗ്ന പ്ലസ്. അപ്പൊ അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, അതേ ഉള്ളൂ കേട്ടോ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഏത് ഓപ്ഷൻ ആയാലും കാര്യമൊന്നുമില്ല. പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മോശമില്ല, നല്ല സീറ്റ്. 2.25 ലക്ഷം രൂപ ഫൈനലാണ് നമുക്ക് കൊടുക്കുക. അല്ല, റീപ്ലേസ് ഒന്നുമില്ല. 2,75,000 രൂപയ്ക്ക് 2018 വണ്ടി, നല്ല കട്ട ടയർ ഉണ്ട്, മോശമല്ലാത്ത കണ്ടീഷനിലുള്ള ക്ലീൻ വണ്ടി കേട്ടോ. അതെ, മാക്സിമം ഒന്ന് പ്രൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂലേ? ഓക്കെ, 2,75,000 രൂപയിൽ 2.5 ലക്ഷം രൂപ കൺഫേം ലോണ്. അതെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. ഇയോൺ ആർക്കെങ്കിലും വേണമെങ്കിൽ 2.25 ലക്ഷം രൂപയ്ക്ക് ഇയോൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഒമിനിയും കൂടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്തായാലും വളരെ ലോ ബഡ്ജറ്റ് വണ്ടി കാണിച്ചില്ല എന്ന് വേണ്ട. ഒമിനി ഏതാ മോഡൽ? 2012 വണ്ടിയാണ്. 12 ആണ്. 2012 എന്ന് പറയുമ്പോൾ ഒമിനിന്റെ ലാസ്റ്റ് വണ്ടികളിലേക്ക് വണ്ടി. ഓക്കെ, ഇത് ഓട്ടോ ഒക്കെ എത്രയാണ്? ഇത് 80,000 കിലോമീറ്റർ. 80 ജെനുവിൻ ആകാൻ ചാൻസ് ഉണ്ട്. അതെ അല്ലേ? ഹിസ്റ്ററിയിലെ ഫാൾട്ടുകളൊന്നും കാണുന്നില്ല. പിന്നെ ഇതൊന്നും പിന്നെ ആരും മെക്കാനിക്കും കാര്യമൊക്കെ ഓക്കെ. അതെ അതെ അതെ. ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി ഒന്നും തപ്പാൻ നിൽക്കാം, കിട്ടൂല. ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു വണ്ടി നമ്മൾ കറക്റ്റ് നോക്കാം. നല്ലൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, ചെക്ക് ചെയ്യുക, എഞ്ചിന്റെ അവസ്ഥ എന്താ എല്ലാം നോക്കിയിട്ട് എടുക്കാം. ചെക്ക് ചെയ്താണ് കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാം. പാനലോ കാര്യങ്ങളോ വാട്ടർ ചാനലോ ഒന്നും തട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. മലപ്പുറം വണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വിലയും കൂടി പറ. ഇത് 1,40,000 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1,40,000 രൂപയിൽ പുതിയ ഇൻഷുറൻസ് കൂടി നമ്മൾ എടുത്തു കൊടുക്കാം അല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ 14 വണ്ടി 14,000 കിലോമീറ്റർ ഓടിയത്. അല്ല, ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കും, ഈ 14 വണ്ടിയൊക്കെ 14,000 ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് കറക്റ്റ് സർവീസ് ആണ്. ഇതിന്റെ ടയറുകള് ഇവിടെ ഉണ്ട്. ഇതിന്റെ ടയർ ഇവിടെ ഉണ്ട്. ഇതിന്റെ ടയറുകൾ എന്താ വെച്ചാല് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ ഒരു ധൈര്യം കമ്മി. അതായത് ആവുമ്പോ ഒരു ചെറിയ വിള്ളലൊക്കെ വന്നല്ലോ, ടയർ ഇവിടെ പുറത്തുണ്ട്, അത് കാണിച്ചു കൊടുക്കാം. അതായത് ഇവര് മൂപ്പർ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഇട്ട ടയറിലാണ് വണ്ടി ഇവിടെ വന്നത്. അത് അപ്പോ ആ ടയർ അത്രയും 2014 24 10 വർഷം പഴക്കമായി. അപ്പൊ നമുക്കൊരു ധൈര്യം കമ്മിയില് 4 സിയറ്റിന്റെ പുത്തൻ ടയർ നമ്മൾ ചെയ്തു ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 വണ്ടിയിൽ ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി ഞാൻ അടുത്ത കാലത്ത് 14 വണ്ടി ഇനി വരെ വീഡിയോസിൽ ഇതിന്റെ ഇഞ്ചർ റൂമും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ. അതിനിപ്പോ എന്തായാലും ഇത്രയും നമുക്ക് എന്തായാലും ലാസ്റ്റത്തെ വണ്ടിയാണ്. ഇതിന്റെ അകവും കൂടി ഒന്ന് കാണിച്ചു 14 ആണെന്നൊക്കെ പറഞ്ഞല്ലേ. ഇതൊന്ന് കാണട്ടോ നിങ്ങള്. ശരിക്കും പറഞ്ഞാല് നമ്മളൊരു പുതിയ വണ്ടി തുറന്നു നോക്കണ പോലെ തന്നെ വണ്ടിന്റെ ക്വാളിറ്റി. അതെ അതെ, അത്രയ്ക്ക് നീറ്റ് ആണ് കേട്ടോ. ശരിക്കും ഒരു പൊടി പോലും ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ ലോ കിലോമീറ്റർ ഇപ്പങ്ങൾ കണ്ടില്ല, നിങ്ങൾ വന്നാൽ 16,000 കിലോമീറ്ററോടെ നാനൊക്കെ അഡ്വാൻസ് പോയത്. എന്താ വെച്ചാൽ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തോ, ഒന്നും ആലോചിക്കണ്ട. വെറും 14,000 ഓടിയ 2014 മോഡലാന്നേ ഉള്ളൂ. 21 വണ്ടീന്റെ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എന്താ പ്രൈസും കൂടി? 2,45,000 രൂപക്ക് നമ്മൾ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ നോർമലി 2014 വണ്ടികൾക്ക് 14 ഇപ്പൊ നല്ലൊരു വണ്ടി ഒരു 70-50 ഓടിയ വണ്ടിയാണ്. 2 ലക്ഷം രൂപ, 2,10,000 രൂപ മാക്സിമം ബുക്കല്. നല്ല വണ്ടി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതേമായിക്കത്തൊരു 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി വന്നു. അത് ഞാൻ 2,30,000 രൂപയ്ക്ക് കോഴിക്കോട്ടേക്ക് കസ്റ്റമർ വണ്ടി കണ്ടില്ല, ഇവിടുന്ന് ആളെടുത്ത് കൊടുത്തു വിട്ടു. അതെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. 2014 ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി വെറും 14,000 ഓടിയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. ജെനുവിൻ ആണല്ലോ അല്ലേ? കറക്റ്റ് എല്ലാം തെളിയിക്കണ ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് കോൺഫിഡൻസ് കേട്ടോ. ഇത് കറക്റ്റ് അല്ല, ഇവര് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ, ഈ വണ്ടി വെറുതെ കൊണ്ടുപോകാം. ഓഫറാണ് അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. അതിന്റെ ടയറാണ് അവിടെ വെച്ചേക്കട്ടെ. 4 ടയറ് നമ്മൾ ചെയ്തത് ഒഴിവാക്കിയിട്ടാണ്. നമുക്ക് ധൈര്യം കമ്മി കസ്റ്റമർക്ക് കൊടുക്കാൻ. അത് കൊടുക്കരുത്. പിന്നെ ഈ വണ്ടി എന്താ വെച്ചാൽ കൊടുക്കണ്ടേ, ഒരു പുതിയ വണ്ടി കൊടുക്കണ്ട, പവറിൽ കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് 4 ടയർ പുതിയത്. ക്ലീൻ സാധനം 2,40,000 രൂപ. എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം.
45,000 രൂപ. 45,000 എന്തെങ്കിലും ഒന്ന് കുറച്ച് ചെറിയ മാർജിൻ അത് കിട്ടുള്ളൂ. ഇത് ആ വണ്ടിനെ നമ്മൾ വണ്ടി പ്രേമം എന്നൊക്കെ ആ ഒരു വണ്ടി കണ്ടപ്പോ നമ്മൾ എടുക്കാതെ പോരൂല എന്നുള്ളൊരു വാശിയിൽ എടുത്തു പോകുന്നത്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേർത്താണ്ടോ ആ പറഞ്ഞ പൈസക്കാണെങ്കിലും ഒരു നഷ്ടമില്ല. കാരണം അത്രയും ലോ കിലോമീറ്റർ വണ്ടിയാണ്, കസ്റ്റമർക്ക് ചിന്തിക്കണ്ട. അതെ, എടുത്ത് ഉപയോഗിക്കാനല്ലേ. 2,45,000 രൂപ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരും. നിങ്ങൾ എന്തായാലും വന്ന് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറേ വണ്ടികൾ കാണിച്ചു. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് 5 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള കുറേ വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചറപറാന്ന് അവിടെ ഇവിടെ ഉള്ളിലൊക്കെ കിടക്കുക. അപ്പോൾ അത് മാത്രം എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മടുത്തു. അതുകൊണ്ടാണ് ഒക്കെ ഓടിച്ചു വിട്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ബാക്കി വണ്ടികളുടെ എന്തിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും ബാബാഖാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ സാധനം അയച്ചു തരും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കണമെങ്കിൽ നേരെ ബാബാഖാൻ്റെ അടുത്ത് പോകുന്നോ. നമ്പർ താഴെയും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. എപ്പിസോഡൊക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.